ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, 10th സ്റ്റാൻഡേർഡ് CBSE കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗം കൂടിയാണ്. ഇത് 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് നിങ്ങൾ പഠിക്കുന്ന ആറ്റോമിസിറ്റി, വാലൻസി എന്നീ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാലാണ് എളുപ്പത്തിൽ ബാലൻസിങ് പഠിക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് നിങ്ങൾ പഠിക്കുന്ന ആറ്റോമിസിറ്റിയെക്കുറിച്ചും വാലൻസിയെക്കുറിച്ചുമാണ് പറയുന്നത്. അവിടെ നിന്നാണ് ശരിക്കും ബാലൻസ് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതേണ്ടത് ആ ഒരു ഭാഗങ്ങൾ കൂടി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് കുറച്ച് ക്ലാസ്സുകൾക്ക് ഉണ്ടാവും. അത് കണ്ടിന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാവുന്ന എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബാലൻസ് ഇൻ ദ കെമിക്കൽ ഇക്വേഷനിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആറ്റോമിസിറ്റിയെ കുറിച്ചാണ്. അതായത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ എങ്ങനെ ആ മോളിക്യൂളിനെ കെമിക്കൽ കോമ്പൗണ്ടായിട്ട് എഴുതാൻ പറ്റും, കെമിക്കൽ ഫോർമുലയിൽ മോളിക്യൂളിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകണമെങ്കിൽ അതിൻ്റെ ആറ്റോമിസിറ്റി അറിഞ്ഞേ തീരും. അപ്പോൾ ആർഗൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അതുപോലെ ഹീലിയം എന്ന് പറയുന്ന എലമെൻറ്റ്, ഈ രണ്ട് എലമെൻറ്റും മോണോ ആറ്റോമിക് ആണ്. അതായത് അത് അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ തന്നെ ആർഗണും ഹീലിയവും അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് AR എന്ന സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ഹീലിയം HE എന്ന സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ എന്നീ എലമെൻറ്റുകൾ മോളിക്യൂളായി മാറുമ്പോൾ 2 ഓക്സിജൻ കമ്പൈൻ ചെയ്ത് O2 ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ആറ്റോമിസിറ്റി 2 ആണ്. അതുകൊണ്ട് തന്നെ അത്തരം മോളിക്യൂൾസിനെ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് H2 ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആറ്റോമിസിറ്റി 2 ആണ്. അതുകൊണ്ട് തന്നെ ഡൈ ആറ്റോമിക് മോളിക്യൂൾ എന്നാണ് ഹൈഡ്രജനെ വിളിക്കുന്നത്. അതുപോലെ നൈട്രജനും ക്ലോറിനും ക്ലോറിൻ Cl2 എന്ന ഫോമിലും നൈട്രജൻ N2 എന്ന ഫോമിലുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടും ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ആർഗണും ഹീലിയവും മോണോ ആറ്റോമിക് ആണ്. അതേസമയം ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും ക്ലോറിനും ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഇനി അടുത്ത ഒരു എലമെൻ്റ് ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് P4 indicating its atomicity is 4. ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ ആണ്. 4 ആകുമ്പോൾ ടെട്രാ ആറ്റോമിക് മോളിക്യൂൾ ആണ്. 4 ഫോസ്ഫറസ് ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഫോസ്ഫറസ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. ആ ഒരു ഫോസ്ഫറസ് മോളിക്യൂളിനെയാണ് നമ്മൾ P4 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആറ്റോമിസിറ്റി 4 ആണെന്ന് പറയാം. ഫോസ്ഫറസിൻ്റെ ആറ്റോമിസിറ്റി 4 ആണെന്ന് പറയാം. അടുത്തൊരു മോളിക്യൂളാണ് സൾഫർ. സൾഫർ പോളി ആറ്റോമിക് ആണ്. അതായത് ഒരുപാട് ആറ്റം ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോഴാണ് പോളി ആറ്റോമിക് എന്ന ടേമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൾഫറിൽ 8 സൾഫർ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആറ്റോമിസിറ്റിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം നോൺ മെറ്റൽസിനെ കുറിച്ചാണ്. ഇതേപോലെ തന്നെ മെറ്റൽസിലും ആറ്റോമിസിറ്റി ഉണ്ട്. സോഡിയം എന്ന മെറ്റൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? Na എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോഡിയം മോണോ ആറ്റോമിക് ആണ്. അതായത് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് Na-യിൽ തന്നെയാണ്. അതേസമയം അയൺ, അലുമിനിയം, കോപ്പർ ഇതെല്ലാം അതേപോലെ തന്നെ മോണോ ആറ്റോമിക് തന്നെയാണ്. അയണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Fe, അലുമിനിയം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Al, ദെൻ കോപ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Cu. ഇങ്ങനെയാണ് ആറ്റോമിസിറ്റി പോകുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു മോളിക്യൂൾ ഉണ്ടാകാൻ എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു അതിനെയാണ് ആറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇത്രയുള്ളൂ ആറ്റോമിസിറ്റി. ഓക്കെ, ആറ്റോമിസിറ്റി ക്ലിയർ ആയി. ഇനിയിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, സിമ്പൽ അറിഞ്ഞിരിക്കണം.
എല്ലാ എലമെൻസിൻ്റെയും സിമ്പിൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിമ്പിളിൽ ഉണ്ടാകുന്ന വാലൻസി അതല്ലെങ്കിൽ ചില മൂലകങ്ങൾക്ക് അത് അയോണിൻ്റെ ഫോമിലും നമ്മൾ പറയാറുണ്ട്. അതായത് ചാർജസിൻ്റെ ഫോമിലും പറയാറുണ്ട്. അപ്പോൾ വാലൻസി അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ചാർജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ എലമെൻസിൻ്റെയും അറിഞ്ഞിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഞാൻ തരുന്ന ഇത്ര എലമെൻറ്റിൻ്റെ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ കുട്ടികളെ, നമുക്ക് എലമെൻസിൻ്റെ ചാർജസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ചാർജ് 1+ കാണിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഇപ്പോൾ സോഡിയം എന്നുള്ളത് നമ്മൾ സോഡിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Na എന്നാണ്. സോഡിയം ഒരു Na+ ആയിട്ടാണ് ഫോം ചെയ്യുക. അതായത് അയോൺ കാറ്റയോണിക് മൂലകമാണ്, കാറ്റയോൺ ആണ്. എന്താണ് Na+ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ എന്താണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്? സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടാണ് അത് Na+ ആയി മാറുന്നത്. ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടാണ് അത് Na+ ആയിട്ട് മാറുന്നത്. അപ്പം എവിടെയൊക്കെ ഒരു പ്ലസ് ചാർജ് കാണുന്നുണ്ടോ അതിനർത്ഥം അവയെല്ലാം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തതിന് ശേഷമാണ് അവയ്ക്ക് ആ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്നത്. എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ചാർജസ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇപ്പം അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. അതായത് സോഡിയത്തിന് ചാർജ് +1 ആണ്. അതേപോലെ പൊട്ടാസ്യത്തിന് ചാർജ് +1 ആണ്. സിൽവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് Ag, സിൽവറിൻ്റെ ചാർജ് Ag+. കോപ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് Cu, Cuൻ്റെ ചാർജ് +1, Cu+1. ഇനി ഹൈഡ്രജൻ ആണെങ്കിൽ H+, ഹൈഡ്രേറ്റ് ആണെങ്കിൽ H-, ക്ലോറൈഡ് -1 ആണ്. അതേപോലെ തന്നെയാണ് ഹൈഡ്രൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഇതെല്ലാം -1 ആണ്. ഇനി എങ്ങനെയാണ് ഈ എലമെൻസിന് മൈനസ് ചാർജ് അയോൺസ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലോറിൻ ആറ്റം അതിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോണിൻ്റെ അഡീഷൻ ആണെങ്കിൽ അതിന് മൈനസ് ചാർജ് കിട്ടുന്നു. ഓക്കെ, ഇതെങ്ങനെ ഓർത്തിരിക്കാം? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ്ഡ് അയോൺ ആണ് ഈ ക്ലോറിനിലേക്ക് വരുന്നത്. അപ്പോൾ അത് Cl- ആവും. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ മൈനസ് ചാർജ് കാണുന്നു അതിനർത്ഥം അത്രയും ഇലക്ട്രോൺ അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്നാണ്. എവിടെയൊക്കെ പോസിറ്റീവ് ചാർജ് കാണുന്നു അതിനർത്ഥം എത്ര ഇലക്ട്രോൺ അതിൽ നിന്നും വിട്ടുപോയി എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ചാർജസ് ഇപ്പം നിങ്ങൾ പഠിച്ചു പോവാം കേട്ടോ. ആണ് അല്ലേ, ഇവിടെ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തു അല്ലേ, 2 ആറ്റം കമ്പൈൻ ചെയ്തു. പോളി ആറ്റോമിക് അയോൺസ് ആണ് ഇപ്പോൾ പറയുന്നത്. അതായത് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് NH4+. അതുപോലെ ഹൈഡ്രോക്സൈഡ് അയോൺ, രണ്ടും വ്യത്യാസമുണ്ട്. ഹൈഡ്രൈഡ് അയോൺ ആണ് H-, അതേസമയം ഹൈഡ്രോക്സൈഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ OH-, ഹൈഡ്രോക്സൈഡ് അയോൺ OH-. നൈട്രേറ്റ് NO3-, ഹൈഡ്രജൻ കാർബണേറ്റ് അയോൺ അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോൺ, ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോൺ HCO3-, HCO3 എന്നാണ് അതിൻ്റെ അയോണിൻ്റെ പറയുക. ബൈകാർബണേറ്റ് അയോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് HCO3 എന്നാണ്. ചാർജ് -1 ആണ്. നൈട്രേറ്റ്, ഹൈഡ്രോക്സൈഡ്, HCO3-, അതേപോലെ തന്നെ ഹൈഡ്രൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഇതെല്ലാം -1 ചാർജ് കാണിക്കുന്നതാണ്. ഈ ചാർജസ് എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ കുറച്ചുകൂടി അയോൺസിൻ്റെ ചാർജ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കാതെ രക്ഷയില്ല. നമുക്ക് ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഫോർമേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അയോൺസിനെ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത അയോൺസ് ആണ് മെഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, അയൺ, കോപ്പർ. ഈ അയൺ, കോപ്പർ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയണും കോപ്പറും 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ജനറലി തന്നെ അവ പതിവായി തന്നെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന അയോണുകളാണ്. അതായത് അയൺ Fe2+ ഉണ്ട്,
അയൺ Fe3+ ഉണ്ട്. അയൺ Fe2+ ആണെങ്കിൽ അതിനെ ഫെറസ് എന്നാണ് വിളിക്കുക. അയൺ Fe2+ ആണെങ്കിൽ അത് ഫെറസ് എന്നും, അതേസമയം അയൺ Fe3+ ആണെങ്കിൽ Fe3+നെ വിളിക്കുന്നത് ഫെറിക് എന്നുമാണ്. അപ്പം ഇതെങ്ങനെ നിങ്ങൾ ഓർത്ത് വയ്ക്കും? അസ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? മിനിമം 2 ആൾക്കാരുണ്ടെങ്കിലാണ് അസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Fe2+ ആയിരിക്കും. ദെൻ Fe3+ ആണെങ്കിൽ ത്രീയും റിയും ഫെറിക് എന്ന് ഉദ്ദേശിക്കുന്നത് Fe3+. ഓർത്തിരിക്കണേ. അതേപോലെ കാൽഷ്യം, അതേപോലെ കോപ്പറുമുണ്ട്. കോപ്പർ Cu2+ ആണെങ്കിൽ കോപ്പറിനെ എന്ത് വിളിക്കും? കുപ്രസ് എന്ന് വിളിക്കും. Cu2+ കുപ്രസ്. Cu3+ ആണെങ്കിൽ Cu3+ എന്ത് വിളിക്കും? Cu3+നെ കുപ്രിക്. Cu3+ കുപ്രിക്. ഓക്കെ. ഇനി മഗ്നീഷ്യവും കാൽഷ്യം, സിങ്ക് ഇതെല്ലാം 2+ അയോൺസ് ആണ് കേട്ടോ. കാറ്റയോൺസ് തന്നെയാണ്, അതായത് പ്ലസ് ചാർജ് കാണിക്കുന്ന അയോൺസ് ആണ്. ചാർജ് 2+ ആണ്. ഇത് ചാർജ് എങ്ങനെ 2+ കിട്ടി? എല്ലാത്തിനും ചാർജ് 2+ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. Mgയിൽ നിന്നും 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് Mg2+ ഉണ്ടായത്. Mg2++ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് Mg2+ ഉണ്ടായി. ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത് O2- ആണ്. അതേപോലെ സൾഫൈഡ് ഫോം ചെയ്ത് S2-. അതുപോലെ കാർബണേറ്റ് Cu3₂-. ഇത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫേറ്റ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സൾഫേറ്റ് ATE ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. SO4₂-. ഇത് പോളി ആറ്റോമിക് മോളിക്യൂൾസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട NH4+, OH-, ഇതുപോലെ 2 ആറ്റങ്ങൾ ജോയിൻ ചെയ്തുണ്ടാകുന്ന അയോണുകളാണ്. അതേപോലെ കാർബണേറ്റ് കണ്ടോ? കാർബണും ഓക്സിജനും. അതേപോലെ സൾഫൈറ്റിൽ എസും സൾഫറും ഓക്സിജനും, സൾഫേറ്റിൽ എസും ഓക്സിജനും, സൾഫറും ഓക്സിജനും, SO4₂-. ഈ ചാർജസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. ഓക്സൈഡ് ആണെങ്കിൽ 2-, സൾഫൈഡ് ആണെങ്കിൽ 2-, കാർബണേറ്റ്, സൾഫൈറ്റ്, സൾഫേറ്റ് എല്ലാം 2-. 2+ വരുന്നത് Mg, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ. ഓക്കെ. ഇനി അതുപോലെ 3+ വരുന്ന ആൾക്കാരാണ് അലുമിനിയം. Feയുടെ കാര്യം, അയണിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അലുമിനിയം എപ്പോഴും 3+ കാണിക്കുന്ന ആളാണ്. അതേപോലെ നൈട്രൈഡ് ആണെങ്കിൽ 3- കാണിക്കും. നൈട്രൈഡ് കാണിക്കുന്നത് 3-. ഫോസ്ഫേറ്റ് PO4 3-. ഫോസ്ഫേറ്റ് PO4 3-. ഓക്കെ. ഓക്കെ കുട്ടികളെ, ഇനി നിങ്ങൾ ഇപ്പോൾ ഈ ചാർജസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. സോ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേര് അവർ തരും, അതാണ് ഹൈഡ്രജൻ സൾഫൈഡ്. കോമ്പൗണ്ടിൻ്റെ പേര് ഹൈഡ്രജൻ സൾഫൈഡ്. സൾഫൈഡ് ആണ് കേട്ടോ, PHIDE സൾഫൈഡ്. അപ്പോൾ സിമ്പിൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജനും എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് H. സൾഫൈഡിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സൾഫൈഡിനെ S എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഹൈഡ്രജന് നമുക്കറിയാം അതിന് ചാർജ് എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ 1 എന്ന് എഴുതിയാൽ മതി. ഫോർമുല ഉണ്ടാക്കുമ്പോൾ 1 എന്ന് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ചാർജ് എഴുതണമെന്ന് ഇല്ല. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് എഴുതേണ്ട കാര്യമില്ല, സൈൻ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ന്യൂമറിക്കൽസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ. ദെൻ സൾഫൈഡ് ആണെങ്കിൽ അത് -2 ആണ് ചാർജ്, പക്ഷേ നമ്മൾ 2 മാത്രം എഴുതുന്നു. ഇനി ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതി? ഹൈഡ്രജൻ സൾഫൈഡിൽ ഹൈഡ്രജൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് H എന്നും സൾഫൈഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് S എന്നും. ഹൈഡ്രജൻ്റെ ചാർജ് +1 ആണ്, പക്ഷെ നമ്മൾ 1 എന്ന് മാത്രം എഴുതി. സൾഫൈഡിൻ്റെ ചാർജ് -2 ആണ്, പക്ഷെ നമ്മൾ 2 എന്ന് മാത്രം എഴുതി. ഇനി ഇതിനെ ക്രിസ് ക്രോസ് ചെയ്യണം.
ഹൈഡ്രജൻ എത്ര നമ്പർ ഉണ്ട് എന്ന് കാണിക്കുന്നത് ഈ സൾഫറിൻ്റെ അടിയിലിരിക്കുന്ന നമ്പറാണ് ഹൈഡ്രജന് വരിക. സൾഫൈഡിന് കിട്ടുന്ന എത്ര നമ്പർ ഉണ്ട്, സൾഫൈഡ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഹൈഡ്രജൻ്റെ അടിയിലുള്ള നമ്പറാണ് കൊടുക്കുക. അപ്പോൾ ഹൈഡ്രജൻ്റെ കിട്ടുന്നത് 2 ഹൈഡ്രജൻ ഈ 2 വെച്ചിട്ട്, ദെൻ സൾഫൈഡ് ഓൺലി 1. അപ്പോൾ നമുക്ക് ഫോർമുല കിട്ടി, ഹൈഡ്രജൻ സൾഫൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് H2S എന്നാണ്. ഓക്കെ, ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഫോർമുല H2S ആണ് എന്ന് കിട്ടി. ഇനി അടുത്ത കോമ്പൗണ്ട് നിങ്ങൾക്ക് തരുന്നു, അതാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അടുത്ത കോമ്പൗണ്ടാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാർബൺ എന്നുള്ളത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് C എന്നാണ്. ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഓക്സൈഡ് ആണെങ്കിൽ O എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഡൈ ഓക്സൈഡ് എന്നുള്ളത് കൊണ്ട് 2 കൊടുക്കും കേട്ടോ. ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ട് നമ്മൾ 2 എന്നും കൊടുക്കും. ഓക്കെ, ഇനി ചാർജസ് ഏതാണ്? ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. പക്ഷെ നമ്മൾ തൽക്കാലം സൈൻ കൊടുക്കുന്നില്ല, ന്യൂമറിക്കൽസ് മാത്രമാണ് കൊടുക്കുന്നത്. അതേപോലെ കാർബണിന് വാലൻസി എത്രയാണ്? 4 ആണ് കാർബണിൻ്റെ വാലൻസി. ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ഓക്കെ, ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വാലൻസി കാണും? 2 6. കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 6ഉം അല്ലേ. അപ്പോൾ ഓക്സിജന് 2 ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ കാർബൺ 4 ആൻഡ് ഓക്സിജൻ 2. ഇനി ഇത് ക്രിസ് ക്രോസ് ചെയ്യുക. ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ കാർബണിന് 2ഉം ഓക്സിജന് 4ഉം കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇത് 2ഉം 4ഉം രണ്ടും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C തന്നെ, അതായത് 1. 2/2 1. ദെൻ O4നെ ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ O2 CO2. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് കിട്ടി CO2. കാർബൺ ഡയോക്സൈഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് CO2. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഗിവൺ ആസ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് that is also known as hydrochloric acid. Hydrogen chloride. ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? H എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ക്ലോറൈഡ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? Cl എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഹൈഡ്രജന് ചാർജ് എത്ര കിട്ടും? ഹൈഡ്രജൻ +1. ക്ലോറിൻ ആണെങ്കിൽ ചാർജ് -1. രണ്ടും 1 1 എന്ന് എഴുതാം. ഇനി ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് HCl എന്ന് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോർമുല ഈസ് HCl. ഓക്കെ, ദെൻ കംസ് കാർബൺ ടെട്രാക്ലോറൈഡ്. സോ കാർബൺ ടെട്രാക്ലോറൈഡ്, നെക്സ്റ്റ് കോമ്പൗണ്ട് ഈസ് കാർബൺ ടെട്രാക്ലോറൈഡ്. Okay, carbon valency is 4. Carbon can be represented as C and its valency is 4. Okay, so chloride can be represented as Cl and carbon valency is 4. Chloride valency is 1. Then doing crisscross, then CCl4, getting the answer CCl4. Okay, so carbon tetrachloride എന്ന് പറയുന്നത് CCl4 ആണ്. ഓക്കെ, ഇത് ചെയ്ത് നോക്കാം, കോമ്പൗണ്ട്സ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് തൃശ്ശൂർ പൂങ്കുന്നത്ത് വെച്ചിട്ടാണ്. ഓൺലൈൻ ക്ലാസ്സുകളിലോ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.